തിരുവോണത്തിന്റെ വിശേഷങ്ങൾ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കുക. പൂക്കളം ഇട്ടും കോടിയൊടുത്തും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും ലോകമെമ്പാടുമുള്ള മലയാളികളാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. ഇത്തരം മലയാളികൾക്ക് നന്മയുള്ള നല്ല ഓർമ്മകൾ കൂടിയാണ് ഓരോ ഓണവും സമ്മാനിക്കുന്നത്. ലോകത്തിന്റെ ഏതു കോണിലായാലും ഓണത്തിന് വീട്ടിലേക്കെത്താൻ ഓരോ മലയാളികളും പരമാവധി ശ്രമിക്കും. ഒഴിച്ചുകൂടാനാവാത്ത ആഘോഷമാണ് കേരളീയർക്ക് തിരുവോണം. അത്തം മുതൽ ആരംഭിക്കുന്ന സന്തോഷം തിരുവോണത്തിന് ഓരോ വീട്ടിലും പെയ്തിറങ്ങും. പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനമാണ് തിരുവോണ ദിനത്തിലെ പ്രധാന പതിവ്. തുടർന്ന് വീട്ടുമുറ്റത്ത് പൂക്കളമൊരുക്കൽ, ശേഷം ഓണക്കോടിയെടുത്ത് ഓണസദ്യ ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പ്. ഉച്ചയ്ക്ക് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഓണസദ്യ. ഓണത്തിനോടനുബന്ധിച്ച് വ്യാപാര കേന്ദ്രങ്ങളിലെല്ലാം വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടത്. ഓണവിപണി മുൻകൂട്ടി കണ്ട് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പച്ചക്കറി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു. പൂക്കളും അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന്റെ വിപണിയിലെത്തി. വസ്ത്ര, ഗൃഹോപകരണ, ഇലക്ട്രോണിക്സ് വിപണികളും സജീവമായിരുന്നു. കാലം എത്ര കടന്നുപോയാലും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പര്യായമായ തിരുവോണം മലയാളികൾക്ക് എന്നും ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. ജനം, കോഴിക്കോട്.